വിഷമിച്ചിട്ടെന്ത് കാര്യം? മനുഷ്യന്റെ കാര്യം ഇത്രയൊക്കെ ഉള്ളു. ആളെ നമ്മുടെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. ആ ജിത്തുവിൻ്റെ അവസ്ഥ, ഞങ്ങൾ ഒരുമിച്ച് നാരങ്ങ വെള്ളം കുടിച്ചു, വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്ന്, അപ്പം അറ്റാക്ക് വന്നു. പാവം ആ ചെറുക്കനാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് 3 ചെറിയ പിള്ളേര്. അവരെങ്ങനെ ജീവിക്കണല്ലേ? അവർക്ക് ഒരു യൂസ്ഡ് ബൈക്കിൻ്റെ കടയുണ്ട്, സെക്കൻഡ് ഹാൻഡ് ബൈക്കിൻ്റെ. അവിടെ നല്ല കച്ചവടമൊക്കെ ഉണ്ട്. എടാ, ആള് മരിച്ചു പോയില്ലേ, പിന്നെ കട കൊണ്ടിരുന്ന കാര്യം, കച്ചവടം കാര്യം. മരിച്ച ആര് മരിച്ചു? ഫാസ്റ്റ് അറ്റാക്ക് വന്നേ ഉള്ളൂ, ആശുപത്രി കിടന്നു, കുഴപ്പമില്ല. എന്നാലും ഇത് ഭയങ്കര കഷ്ടമായി പോയി. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചോളാം ഡോക്ടർ പറഞ്ഞെന്ന് പറഞ്ഞ സത്യമാണോ ഈറ്റോ ചേട്ടാ? പറഞ്ഞു. എന്റെ കണ്ണീന്നാണെങ്കിൽ ആ മുഖം മായണില്ല. ആ തോളും പൊക്കിയിട്ടുള്ള നടപ്പും എന്തു പറയുമ്പോഴുള്ളൊരു ചമ്മലും നാണോ. ഓ, ഞാൻ എന്ത് പറഞ്ഞല്ലേ, അറ്റാക്കാ. എന്തൊരു വൃത്തിയായിട്ട് അസുഖമാണോ എന്തോ. പട്ടാണി വേണോ? ചമ്മിക്കണോ? എവിടെയെങ്ങാനും പോയി മനുഷ്യനിങ്ങനെ തളർന്നിരിക്കാൻ നേരത്തെ എങ്ങനെ കഴിക്കാൻ? എന്തോ എല്ലാവർക്കും ഒരു വിഷമം, സങ്കടമൊക്കെ മാറിയിട്ട് കഴിക്കാം. റോസ്മേരിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? റോസ്മേരിയും കുടങ്ങാവളൊന്നും അല്ല, ഇവന്റെ കൂടെ നടക്കുന്ന നടരാജനില്ലേ, ചുമ്മാ ഇരുടാ. നടരാജന് പെട്ടെന്നൊരു അറ്റാക്ക് വന്നിട്ട് വെന്റിലേറ്ററിലാണ്. എന്റെ ദൈവമേ, 2 ദിവസം മുമ്പ് വർക്ക്ഷോപ്പിൽ വന്നിട്ട് ഞങ്ങൾ കൊറേ നേരം സൊറ പറഞ്ഞോണ്ടിരുന്നില്ലയോ? 2 ദിവസം മുമ്പോ? ഇന്നലെയും കൂടി ഉച്ച കഴിഞ്ഞപ്പോ വന്ന് തങ്കം ചേട്ടത്തി എന്ന് പറഞ്ഞൊരു വിളിയും വിളിച്ച് ഞാനുള്ള കട്ടൻ ചായ ഇട്ട് കൊടുത്ത് കൊറേ കാര്യം പറഞ്ഞോണ്ടിരുന്ന മനുഷ്യനെ എന്റെ ദൈവമേ എനിക്ക് സഹിക്കാൻ പറ്റണില്ല. തങ്കം ചേട്ടത്തിയോ? ഇന്നലെ ഉച്ചയ്ക്ക് ഇവിടെ വരുന്ന ഞാൻ കണ്ടായിരുന്നു, പക്ഷെ ചായയുടെ വെള്ളമൊന്നും കൊടുക്കുന്ന ഞാൻ കണ്ടില്ല ചേച്ചി. എല്ലാവർക്കും നിന്നെ കാണിച്ച് ചായ കൊടുക്കാൻ പറ്റുമല്ലേ ചേച്ചി? അവിടെ വരുന്നവർക്ക് ആർക്കും ചായയുടെ വെള്ളമൊന്നും കൊടുക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പ്രത്യേകിച്ച് ഈ അൻസാർക്ക് നടരാജൻ ചേട്ടനും ഒക്കെ വരും പച്ച വെള്ളം കൊടുക്കാറില്ല. നിനക്ക് ഇങ്ങനെ മനസ്സ് വരുന്ന, ഇങ്ങനെ തളർന്നിരിക്കുന്ന എന്നിങ്ങനെ കുത്തി നോപ്പിക്കാൻ? ചേച്ചി എന്നെ കഴിഞ്ഞ ദിവസം കുറ്റപ്പെടുത്തിയതാ. എന്ത് കുറ്റപ്പെടുത്തി? ഞാൻ അടുക്കളയിൽ ഒരുപാട് സാധനങ്ങൾ ഉപയോഗിക്കുമെന്ന് പറഞ്ഞിട്ട്. ക്ലീറ്റോ, അതങ്ങനെ അല്ല. ഞാൻ സത്യം പറഞ്ഞല്ലേ അത്. ഞാൻ എന്തെങ്കിലും പറയുമ്പോ ഈ കുത്തി നോവിക്കണതാണ്. എന്തിനാ ലില്ലി, നിനക്ക് ഇത് എങ്ങനെ മനസ്സ് വരുന്നത്? അതെ, ഒന്ന് നിർത്തുവോ? നിനക്കൊക്കെ എന്തിന്റെ കുഴപ്പമാണ്? മനുഷ്യരുടെ ശരീരം തളർന്നിരിക്കുക, കൂടെ പറപ്പ് പോലത്തെ ഒരുത്ത് എന്ത് സംഭവിക്കാന്ന് പറഞ്ഞ് കിടക്കുമ്പോ അവള് മാറി ഒന്ന് ഉണ്ടാക്കണം. നീ ചുമ്മാ തമ്മിലടിച്ച് തീരട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എപ്പോഴും പരാതി ഞങ്ങൾ അടികൂടുന്നതാണ്. ഇനി ഞങ്ങളെ കുറ്റം പറഞ്ഞ് 2 കൂടെ വന്ന കാലമായിട്ട് തെങ്ങ് തടി അടിക്കുന്നേ കണ്ടിനെ. ഏത് തെങ്ങും തടി കൊണ്ട് അടിക്കുന്നേ? എന്ത് കാര്യം? ഇവിടെ എല്ലാവർക്കും ബോധമുണ്ട്. മനസ്സിന് ഞങ്ങൾക്ക് അത്രയും തെണ്ണുള്ളതുകൊണ്ട് ഞങ്ങൾ എന്തോ പറഞ്ഞു പോയി. അടിക്കുമ്പോ ഞങ്ങൾ 10 പ്രാവശ്യം അടിച്ചെങ്കിലായി. 10 പ്രാവശ്യം ഇല്ല, ഒരു 4-5 പ്രാവശ്യം അത്രേ ഉള്ളൂ. അത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ ഇറങ്ങിപ്പോ. കേറ്റിയതെങ്കിൽ തന്നെ നേരത്തെ വേണ്ടെന്ന് പറഞ്ഞു. നടരാജൻ അവിടെ സുഖമായിട്ട് കിടക്കണേന് നമ്മൾ വീട്ടിൽ നിന്നിട്ട് വിഷമിച്ചിട്ട് എന്താ കാര്യം? നല്ല അട്ടാണ്. ഇത് എവിടെന്നാ മേടിച്ചത്? മൈതാനത്ത് ചൂടുണ്ട്. ചേട്ടനോട് കാര്യം അറിഞ്ഞില്ലേ? അവളുടെ കാര്യം ഒന്നും പറയാറായിട്ടില്ലടാ. ആരാ? നമ്മുടെ നടരാജൻ അറ്റാക്ക് വന്ന് മെഡിക്കൽ കോളേജ് കിടക്കാണ്, വെന്റിലേറ്ററിലാ. അറ്റാക്കോ? അപ്പുക്കുട്ട സാറ് വിളിച്ചു പറഞ്ഞു വെന്റിലേറ്ററിലാണ്. എന്നിട്ട് പോയില്ലേ? എങ്ങനെ പോകും? കേട്ട അന്നേരം മുതൽ തല കൈയും കാലും ഒക്കെ വിറച്ചുകൊണ്ടിരിക്കുക പാവത്തിന്റെ. മനസ്സ് എവിടെ സാറേ? മെഡിക്കൽ കോളേജാ, വെന്റിലേറ്ററിൽ. മെഡിക്കൽ കോളേജാ? പോയില്ലേ? ഞാൻ ഒന്ന് പോയി തിരക്കാളിയാ, ഞാൻ അറിയിക്കാൻ തോന്നുന്നു. പോട്ടാ വിളിക്കണേ, വിളിക്കാളിയാ. എവിടെ പോയാലും ചുട്ടാപ്പയുടെ അപ്പുറം രാജു രാധയുടെ കൂടെ ഉള്ളവരുണ്ടായിരുന്നു.
നടരാജൻ ചേട്ടനായിരുന്നു പാവം. സത്യം. അങ്ങനെ പട്ടാണി വേണമെങ്കിൽ വാടി. ഒരു കണക്ക് നോക്കിയ വീട്ടിന്റെ പാർട്ടിയിൽ എന്തോരം ആൾക്കാർ വരുന്നു. എല്ലാം വായിലോട്ട് നോക്കി നിൽക്കും. നടരാജൻ മാത്രം ഇവരെ ആയിരുന്നില്ല. അത്ര സ്നേഹമായിരുന്നു. ഒരു വാക്കുകൊണ്ടോ ഒരു നോട്ടം കൊണ്ടോ ഒരു മോശമായിട്ടൊന്നും ആ പാവം ഇതുവരെ ചെയ്തിട്ടില്ല. എന്റെ ചേച്ചിനെ സമ്മതിക്കണം കേട്ടോ. ക്ലീറ്റോ ചേട്ടാ, കഴിഞ്ഞ ആഴ്ച ക്ലീറ്റോ ചേട്ടനെ കാണാൻ വേണ്ടിയിട്ട് നടരാജൻ ചേട്ടൻ ഇവിടെ വന്നായിരുന്നു. ഇപ്പൊ ക്ലീറ്റോ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ആ നടരാജൻ ചേട്ടൻ പോയി കഴിഞ്ഞപ്പോ ചേച്ചി എന്നെ വിളിച്ചിട്ട് പറയണം, ഇവനെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല, ഇവൻ വന്നു കഴിഞ്ഞാൽ ഇവൻ എന്റെ മുഖത്തുനിന്ന് കണ്ണെടുക്കത്തില്ലെന്ന്. എത്ര പെട്ടെന്നാ പ്ലേറ്റ് തിരിക്കണത്. നാണമില്ലല്ലോ ചേച്ചി. അങ്ങനെ പറഞ്ഞിട്ടില്ല ക്ലീറ്റോ. എന്റെ തലയെ തൊട്ട് സത്യം ചെയ്യാ ചേച്ചി. സത്യം ചെയ്യാൻ നടരാജനെ പറ്റി ആരെങ്കിലും പറയോ? മതി, ഒന്ന് നിർത്ത്. കള്ളത്തരമാണ് ക്ലീറ്റോ ചേട്ടാ. വേണ്ട ഇത്. എന്താ നടരാജന്റെ ഫോണിൽ നിന്ന് വിളിക്കുന്നു. അയ്യോ മുത്തുലക്ഷ്മി, എനിക്ക് ആ പെണ്ണിന് സഹിക്കാൻ പറ്റുന്നുണ്ടാവില്ല. എടുക്ക് എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അച്ഛമ്മ വീട് എടുത്തിട്ട് ചോദിരുത്താണ്. അമ്മേ, ഞാൻ മനസ്സിലാവും. ഒന്നും സംഭവിക്കില്ല, ഒന്നും സംഭവിക്കില്ല. ഹലോ. പറ്റിട്ടുണ്ടാവത്തില്ല ചേച്ചി. ഒന്നുമില്ല ക്ലീറ്റോ. ക്ലീറ്റോ ചേട്ടൻ കരയില്ലേ? നടരാജനാ പോസ്റ്റ് മൈദാമ വിട്ടിരിക്കണെന്ന്. അയാളെ ഒരു ആത്മാർത്ഥത ഉണ്ടോ? വെന്റിലേറ്റർ കിടക്കുമ്പോൾ പോസ്റ്റ് ഒട്ടിക്കാനുള്ള മൈദാന കാര്യം ചിന്ത. കിടക്കണല്ല നടരാജൻ, നമ്മുടെ നടരാജൻ സംസാരിക്കുന്നത്. അവനൊരു കുഴപ്പമില്ലെന്ന്. കുഴപ്പമില്ലല്ലോ. നടരാജ എവിടാ നീ? പാർട്ടി ഓഫീസിലോ? എന്റെ നടരാജ, കുഴപ്പമില്ല. നീ വെന്റിലേറ്ററിലാണെന്ന് പറഞ്ഞ അപ്പുക്കുട്ട സാറെ എന്നെ വിളിച്ചു പറഞ്ഞു. മാമീരെ മോനാ? ഓ ശരി. മൈദ അവിടെ പാർട്ടി ഓഫീസ് നമ്മളെ മേശയുടെ അടിയില് ആ ബെഞ്ചിന്റെ അവിടെ വെച്ചിട്ടുണ്ട്. നീ ഒട്ടിച്ചോ, സമാധാനത്തിൽ ഒട്ടിച്ചാ മതി. നീ നായര കടന്ന് എന്തെങ്കിലും കഴിച്ചോ കേട്ടാ? ശരിടാ. നാരായണന്റെ വലിയറത്തലുള്ള ഒരു മാമിയുടെ മോൻ വെന്റിലേറ്ററിൽ കിടക്കുന്നത്. അപ്പൊ പിന്നെ അപ്പുകൂടെ സാറിന്റെ കാര്യം ശരിക്കും പറഞ്ഞാൽ അയാളുടെ തല അടിച്ച് പൊളിക്കണം. തലവേദന എടുക്കണം. എപ്പോ തുടങ്ങിയ അയാൾ എന്റെ അടുത്ത് പറഞ്ഞത്, അപ്പുകൂടെ സാറ് പറഞ്ഞത് നടരാജൻ വെന്റിലേറ്ററിലാണെന്ന്. അതെങ്ങനെ? അയാള് പറഞ്ഞ് നിനക്കിനി മാറിപ്പോയതാണ്. അല്ലടെ അയാൾ അടിച്ചിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നുണ്ട്. അടിച്ചിട്ട് ഇങ്ങനത്തെ തോന്നിയാസാണ് പറയണത്. എന്നാൽ ഇത് ഭയങ്കര ഇങ്ങോർക്ക് ഈ ഇല്ലായ്മക്കേട് പറയേണ്ട കാര്യം എന്താ? ഇല്ലായ്മക്കേടല്ലേ ചേച്ചി, ഇല്ലായ്മ. ഓ വന്ന് പ്രൊഫസർ വന്ന്, മലയാളം പ്രൊഫസർ. അത് തെറ്റാണ്, അതുകൊണ്ടാണ് തിരുത്തി തന്നത്. എടി PSCക്ക് 30 ചോദ്യത്തിൽ ഒരെണ്ണമെങ്കിലും ശരിയായെങ്കിൽ വേണ്ടിയില്ലായിരുന്നു. നീ എന്നെ തിരുത്താൻ വരണ്ട. ചേച്ചി ആദ്യം 10ാം ക്ലാസ് എഴുതി ജയിക്കും. ഞാൻ ആരും തിരുത്താൻ വരുന്നില്ലല്ലോ. ഞാൻ തെറ്റുള്ള തിരുത്തും. നിന്റെയൊക്കെ വീട്ടിൽ നിന്നിട്ടല്ലേ ഇത് കേൾക്കേണ്ടി വന്നത്. വാ കഴിച്ചോ. മച്ചമ്പി മനുഷ്യനെ പിന്നെ ഞാൻ നിനക്കൊരു സിഗ്നൽ തരും, അപ്പോഴേ നീ ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെടാവൂ. എടാ പോട്ടാ, ഞാൻ നിന്നെ വിളിച്ചോളാന്നാണ് പറഞ്ഞത്. നീ ഒന്ന് അങ്ങോട്ട് മാറി തന്നെ. അളിയോ വീട്ടോ അളിയോ അളിയ ഞാൻ ഒരു സർപ്രൈസ് തരട്ടോ. എന്ത് സർപ്രൈസ്? സർപ്രൈസാ? ഞാൻ ഒരാളെ വിളിക്കാം. ആരെ? ഇങ്ങോട്ട് വേടാ. നോക്ക്, ഇതെന്തിപ്പോ ഇത്ര ഞെട്ടാൻ? നടരാജനല്ലേ? എന്ത് സർപ്രൈസ്? എന്ത് രണ്ടാളും കൂടെ എന്ത്? ഈ ICU കിടന്ന ആളെ ഞാൻ ഇവിടെ ജീവനോട് കൊണ്ട് നിർത്തിയിട്ട് നിങ്ങൾക്ക് ഞെട്ടലൊന്നും ഇല്ലേ? അതൊക്കെ ഞങ്ങൾ ഫോൺ ചെയ്തപ്പോ അറിഞ്ഞായിരുന്നു. ആര് ഫോൺ ചെയ്ത്?
അവൻ എന്നെ വിളിച്ചടേ പോസ്റ്റർ ഒട്ടിങ്ങനെ മൈദാമാവിന്റെ കാര്യം ചോദിച്ചാൽ അവൻ കുറെ മുമ്പ് വിളിച്ചിരുന്നു. എടാ ഞാൻ ഇവരെ ഒന്ന് ഞെട്ടിക്കാന്ന് വരുന്നപ്പം നീ ഇവരെ വിളിച്ച കാര്യം എൻ്റെ അടുത്തൊന്ന് പറയണ്ടായിരുന്നു. ഓ, സമ്മതിച്ചല്ലോ, ഞെട്ടിച്ച്. ഇപ്പൊ ഞെട്ടിയാ? നീ ഞെട്ടിയാ? ഓ, ഞാൻ ഞെട്ടിയാ. ശരി. ആ. ഇനി വേറെ വിശേഷമൊന്നുമില്ല. ഒന്നുമില്ലല്ലേ, ഇന്നത്തെ കണി ശരിയല്ല. ആ. അപ്പൊ ഞാൻ പോകുന്നു, ശരിയല്ലേ? രാവിലെ പോലെ എനിക്ക് ശരിയല്ല ഇരിക്കുക. അൻസാർക്ക ആ ഇങ്ങ വന്നേ. എന്ത് നടരാജനും വാ. എന്തായാലും ഇവിടത്തോളം വന്നല്ലേ, ഒരു ചായ കുടിച്ചിട്ട് പോവാ. എന്തെല്ലാരും ഞെട്ടണേ? ചായ 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 കുടിച്ചിട്ട് പോയാ മതി. നീങ്ങ വന്നേ. പേടിപ്പിച്ചളഞ്ഞല്ലടാ, അവളകത്തുണ്ട്. ശരി, വാ. ഇവിടെ ഒരു കാര്യം ചെയ്യണ്ട. ഞാനൊരു വണ്ടി എടുക്കുന്നതിനെ പറ്റി നിന്റെ അഭിപ്രായം എന്താ? നല്ല അഭിപ്രായം. എന്തിനു വേണ്ടി? കാറോ? കാറെടുക്കാനുള്ള പൈസ ഒന്നും ആയില്ലല്ലേ? പിന്നെ ഒരു സ്പ്ലെൻഡർ കൊടുത്തിങ്ങി വന്നിട്ട്. സ്പ്ലെൻഡറോ? എവിടെ ഇരിക്കുന്നു? രതീഷ് എന്ന് പറഞ്ഞ നമ്മുടെ ഒരു പോലീസുകാരൻ്റെ അനിയനുണ്ട്. ആ. അപ്പൊ അവൻ്റെ ഒരു വണ്ടി കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. ആ. എന്താ വില വെച്ചവര്? ഒരു 9, 10 രൂപ. 10 രൂപ സ്പ്ലെൻഡർ. ഏതാ മോഡല്? മോഡൽ എന്ന് പറയാൻ പോയാ മോഡൽ അറിയണം, എന്തോ കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന്, എത്ര ഓണർ ഉണ്ടെന്ന് അറിയണം. അതച്ചിട്ടില്ലേ വില പറയുന്നത്. അല്ല 10 വണ്ടിയാണ് 9 രൂപ എടുത്തെടുക്കേണ്ട കാര്യം. ആ, വിളിച്ചു വരും. മോഡല്, എത്ര ഓണർ, തേർഡ് പാർട്ടി ആണോ സെക്കൻഡ് ആണോ അത് ചോദിക്കണം. കിലോമീറ്റർ എന്തോ ഓടിയിട്ടുണ്ട്. ആ ശരി. അല്ല അത് അറിയാം, നല്ല വണ്ടിയാണ്, കണ്ടിട്ട് കുഴപ്പമൊന്നുമില്ലായിരുന്നു. കാണുന്നതല്ലല്ലോ, എഞ്ചിൻ പണിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് പണിഞ്ഞ് ബിസിയാണല്ലേ? വിളിച്ചേ. ആ, സമ്മേളനം ഡേറ്റ് ഒക്കെ അറിയാലോ. ആ അറിയാം. അപ്പൊ അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഇനി അത് ഊർജ്ജസ്വലമാക്കണം. പിരിവ് തുടങ്ങിയ എന്തോന്ന് തങ്കം ഇച്ചിരി ധൃതി കൂടി പോയി. വീണ മേത്ത് നല്ല ചൂടുണ്ട്. ഊതി കുടിച്ചാൽ മതി കേട്ടോ, നല്ല ചൂടായതുകൊണ്ടേ. അൻസാറിന് തിളച്ച ചായ കൊണ്ട് കൊടുത്താൽ അത് അങ്ങനെ വിഴുങ്ങണ ആളാ. എനിക്ക് ചൂട് കുറച്ചു. കട്ടൻ ചായ ഊതി കുടിക്കുമ്പോഴാണ് അതിന്റെ ഒരു ടേസ്റ്റ് വരുന്നത്. നല്ല ചായ കേട്ടാ. സാർ ഞാനത് അല്ല സഹായദാസിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ആ സാർ, ആ അല്ല എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ വരാം, അങ്ങോട്ട് സ്റ്റേഷനിൽ വരാം. സാർ, ഹലോ, ശരി സാർ, വിളിച്ചായ സാർ എന്നെ. ഓക്കെ. അതിനിടെ മറ്റും വിളിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ രതീഷ്. ചോദിച്ചു. രതീഷ് എന്താണ് വിളിച്ചാൽ കിട്ടാനില്ല എന്നെ? സാറില്ല. പിന്നെ നമ്മുടെ പറഞ്ഞ സ്പ്ലെൻഡറിൻ്റെ ഏത് മോഡലാണ് അത്? 2009. ആണോ? രണ്ടാമത്തെ ആളാണോ നീ? രണ്ടാമത്തെ കൊണ്ടാണോ നീ? ഓ അല്ലല്ല, ഞാനൊന്ന് അറിയാൻ വേണ്ടി. നീ എന്തായാലും എൻ്റെ ഫോട്ടോ എൻ്റെ ഡീറ്റെയിൽസും ഒക്കെ എനിക്കൊന്ന് വാട്സാപ്പ് ചെയ്ത് തരാം കേട്ടാ. ശരി. ഓക്കെ, ഞാൻ വിളിക്കാം. 2009. ഈ വിലക്കുന്ന വണ്ടി എടുക്കേണ്ട കാര്യമില്ല. ഓടി പദം വന്ന വണ്ടി ആയിരിക്കും. കാണാൻ പറ്റുന്ന നല്ല ലുക്ക്. കാണുന്ന ലുക്കിനകത്ത് ഒരു കാര്യമില്ല. വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കിലോ സൗണ്ട് ഒക്കെ ഉണ്ട്, പിന്നെയും പൈസയാവും. പക്ഷേ എൻ്റെ ഒരു 3-4 വണ്ടി കച്ചവടത്തിന് വന്നിട്ടുണ്ട്. ഒരു 2012 പാഷൻ പ്രോ, ഉത്തമ വണ്ടി. പാഷൻ പ്രോ, പാഷൻ ഇറങ്ങി, പാഷൻ പ്രോ ഇറങ്ങി. പിന്നെ 2015 എന്നൊരു പൾസർ വന്നിട്ടുണ്ട്. 2021 നീല ആക്റ്റീവ് ഉണ്ട്, അത് ഫിനാൻസ് നിർത്തി വേണേൽ അവർ തരും. പിന്നെ ഒരു CD100 SS പഴയ മോഡൽ, അത് വേണമെന്നുണ്ട് എടുത്താൽ 7 രൂപ 8 രൂപ കൊടുത്താൽ മതി. അല്ല, ആ പാഷൻ പ്രോ നോക്ക്, 10-22 രൂപയ്ക്ക് നമുക്ക് സെറ്റാക്കാം. വലിയ വണ്ടിയാണ്, സീറ്റ് വീതിയൊക്കെ ഉണ്ട്, പിള്ളേർക്കും എലിപ്പെണ്ണൊക്കെ സുഖമായിട്ടിരുന്നു പോവാം. പൊക്കം ഉണ്ട് കുറച്ചിങ്ങനെ. അതല്ല, പാഷൻ പ്രോ ഹീറോ ഉണ്ടാണ്, നല്ല വണ്ടി. കുടുംബത്തേക്ക് പോകുമ്പോഴേ ധൈര്യമായിട്ട് മുട്ടൻ വണ്ടിയാണ്. ചായ തീരാറായല്ലോ, കുറച്ചും കൂടി കട്ടൻ കൊണ്ടുവരട്ടെ. ഞാൻ സാധാരണ പാൽ ചായയാണ് കുടിക്കുന്നത്. പാൽ ചായ ഇടാം. പാലില്ലാഞ്ഞോണ്ട് ഇപ്പൊ ഒരെണ്ണം പോയി ഓടിപ്പോയി മേടിച്ചിട്ട് വരാം. വേണ്ട, ഇത് മതി. പക്ഷേ സത്യം പറഞ്ഞ പെട്രോളിന് ദിനം ഇങ്ങനെ വില കൂടുന്ന സമയത്ത് നമ്മൾ ഈ പെട്രോളിന്റെ പിറകെ പോകാതെ മര്യാദക്ക് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കാൻ നല്ലത്. ഇലക്ട്രിക് സ്കൂട്ടറാ? അച്ഛൻ എന്തി പറയാതെ? എന്ത് എത്ര രൂപ കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടോ? 2 ലക്ഷം രൂപ അങ്ങോട്ട് വണ്ടി വിലയാവും. നീ പെട്രോളിന്റെ കണക്കൊന്ന് കൂട്ടി വെക്കാണ്. പെട്രോളിന് 2 വർഷത്തേക്ക് എത്ര പെട്രോൾ അടിക്കുന്ന ആലോചിച്ച് നോക്ക് നീ. വേറെ കേസുണ്ട്. ഇതുകൊണ്ട് എവിടെയൊക്കെ പോകും? ഈ ടൗണിൽ പൂജപ്പുരം വെമ്പായം കിടന്ന് ഇറങ്ങത്തേ ഉള്ളൂ. എല്ലായിടത്തും ഒന്നും ചാർജർ പോയിന്റ് ഇല്ലാത്തടത്തേക്ക് ഉരുട്ടിക്കൊണ്ട് വരേണ്ടി വരും. എൻ്റെ ഒരു കൂട്ടുകാരൻ പൊന്മുടി കാണാൻ പോയതാ. അവിടെ ചെന്നപ്പോൾ ചാർജ് തീർന്നു. പിന്നെ പെട്ടിയോടക്കകത്ത് കയറ്റിക്കൊണ്ട് ആ വണ്ടി വിറ്റിട്ട് ആ പെട്ടിയുടെ പൈസ കൊടുത്തെന്നാ പറഞ്ഞു.
അല്ല പണ്ടത്തെ പ്രശ്നങ്ങളൊന്നും ഇപ്പൊ ഇല്ലടാ. കാരണം ചാർജിങ് സ്റ്റേഷനുകൾ ധാരാളം വന്നിട്ടുണ്ട്. മിക്കവാറും ഹോട്ടലുകളുടെ അടുക്കിൽ അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് തന്നെ അല്ല KCBയുടെ തന്നെ സാധനങ്ങളില്ലേ ഒരുപാട് സ്ഥലത്ത്. ഉള്ളേരിയയിലൊക്കെ പോയ പെട്ടുവോ മച്ചമ്പി ഇത്രയും പൈസ കൊടുത്ത് 2 വീലുള്ള വണ്ടി എടുക്കണോ? ആ പൈസ കൊടുത്ത സെക്കൻഡ് ഹാൻഡ് കാറ് കിട്ടത്തില്ലേ? AC ഇട്ട് ചാരി ഇരുന്ന് പാട്ടും കേട്ട് പൊക്കൂടെ. ഒരു 1-2 കൊല്ലോടെ കഴിയുമ്പോഴല്ലേ ചാർജിങ് സ്റ്റേഷനിൽ ധാരാളം ഇങ്ങനെ വന്നിട്ടിരിക്കും. ചായ എടുപ്പോ തീർന്നു കാണും. ചായ അവിടെ ഉണ്ടോ ഇട്ട് തരുവോള്? അതല്ല അതിനേക്കാളും വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ ഇനി അങ്ങോട്ടുള്ള പ്രവർത്തനങ്ങളുടെ കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഓ എല്ലാം അപ്പോൾ ഇനി നമ്മൾ ഞാൻ പറയില്ലേ കൃത്യമായിട്ട് പ്രവർത്തനങ്ങളായിട്ട് മുന്നോട്ട് പോയാലേ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ടായ ഈ ചായ കുടിച്ച ശുഷ്കാന്തി അതിലും കാണിക്കണം. അപ്പൊ ഞങ്ങൾ ആയിക്കോട്ടെ. തങ്കം ഇനി വരുമ്പോ പാൽച്ചായ തരണം കേട്ടാ. ശരി കളി. ഓ ഒരു 1/2 ഗ്ലാസ് കട്ട എടുത്തേ. കട്ടനും കിട്ടണമൊന്നുമില്ല. കട്ടൻ കുടിക്കാൻ വരുന്നത് നിങ്ങളുടെ പാർട്ടിക്കാർക്ക് ചൂടൊന്നും ഒരു പ്രശ്നമല്ലേ? കട്ടൻ ചായയുടെ ജോലിയൊക്കെ ഒതുക്കി കഴിയുമ്പോഴേ താഴോട്ടൊന്ന് പറഞ്ഞേ. എന്താ കാര്യം? ഒരു 5 മിനിറ്റുള്ളിൽ. എന്താ കാര്യം? അതവിടെ ചായ കാര്യമൊന്നുമില്ല. അങ്ങോട്ടൊന്ന് പോവാ. ആര് പറഞ്ഞു? ആരും പറഞ്ഞില്ല. തകഞ്ഞേട്ടച്ചൊരു വീട്ടിലോട്ട് പോവാ. ആരും പറയാതെ എന്തിനാ അങ്ങോട്ട് വരുന്നത്? അച്ചാച്ചന്റെ ആഗ്രഹമാണോ? എന്താന്ന് വെച്ചാ പറ. തങ്കഞ്ചേട്ടത്തിയാ പറഞ്ഞ ലിലിപ്പെണ്ണെ 5 മിനിറ്റുള്ളിൽ അങ്ങോട്ട് വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. അവിടെ ചെന്ന് പറയാനൊന്നും നിൽക്കണ്ട. കാര്യം എന്താന്ന് പറഞ്ഞു? ഇല്ല അങ്ങോട്ട് പോവാ. 5 മിനിറ്റ് ആയോ? 5 മിനിറ്റായി. മിനിറ്റ് കഴിഞ്ഞു. വാ. എന്നാലും ആലോചിച്ച് നോക്കണേ. വെറുതെ ഞങ്ങളെ ടെൻഷൻ അടിപ്പിച്ചാൽ നടരാ നീ. ആദ്യം അപ്പുക്കുട്ടൻ സാറ് വേറെ വെള്ളം അടിച്ചിട്ട് വെളിവില്ല ഓരോന്ന് വിളിച്ചു പറഞ്ഞു. എല്ലാം കണക്കിന്. ഉപകാരമുണ്ടായി. ക്ലീറ്റോ ഗ്രൂപ്പിലങ്ങനെ ഇട്ട് കൊടുത്തിരുന്നേ നാട് മൊത്തം ഇപ്പൊ നാറിയാണ്. പോസ്റ്റ് വരില്ല നാവറാഞ്ചിൽ വെച്ചോണ്ട്. എന്റെ ചേട്ടാ പേടിപ്പിച്ച് കളഞ്ഞല്ലേ ഞങ്ങളെ. മറ്റേ ക്ലീറ്റോ ചേട്ടനാണെങ്കിൽ കാള കരയണ പോലെ കരയുമായിരുന്നു. സത്യം. എന്തായാലും അതുകൊണ്ട് ഒരു ഉപകാരം ഉണ്ടായി. തങ്കത്തിന്റെ കയ്യിൽ നിന്ന് 1 ഗ്ലാസ് കട്ടൻ കിട്ടി. ആ വന്നേ വന്നേ അവിടെ. ശരി എന്നാ പോട്ടെ. ശരി സൂക്ഷിച്ചൊക്കെ പോ. ക്ലീറ്റോ ക്ലീറ്റോ ഞാൻ ഇവിടെ ഇരിക്കല്ലോ. നീ എന്തിനാണ് വിളിക്കണത്? എന്റെ ക്ലീറ്റോ അൻസാറും നടരാജനും കുടിച്ച ഈ ചായയുടെ ഗ്ലാസ് ഒന്ന് അകത്തെടുത്ത് വെച്ചൂടെ? എന്ന് ചായ കുടിച്ചാലും ഇവിടെ വെച്ചിട്ട് പോകും. ക്ലീറ്റോന് 2 കൈയില്ലേ? ചായ കുടിച്ചതേ അൻസാർക്കേ നടരാജനും. എന്താ ചെയ്യണേ? ക്ലീറ്റോ ചേട്ടൻ എന്താ വിഷമിച്ചിരിക്കുന്നത്? നടരാജൻ ചേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ. അതാണ് കുഴപ്പമില്ലാത്ത ഓർത്താലും വിഷമമാണേ. 1-2 കാര്യങ്ങൾ അവൻ ഏൽപ്പിച്ചിട്ടുണ്ട്. മറ്റേ ആശുപത്രിയിലാണെങ്കിൽ അവൻ ആശുപത്രി കിടക്കണമെന്നൊരു സമാധാനമുണ്ട്. ഇത് പുറത്തിറങ്ങി ഓരോന്ന് ഏൽപ്പിച്ച് ചെയ്താൽ അത് അതിലും തലവേദനയോ അതാണ്. അച്ചമ്പി തന്നെ മുന്നോട്ട് ഇറങ്ങണം. അല്ലാതെ അച്ചമ്പി തന്നെ പോകണം. ചേച്ചി എന്തിനാ വിളിച്ചത്? ഞാനോ? ആ ആര് വിളിച്ചു? എപ്പോ? ചേച്ചി വിളിച്ചിട്ടല്ലേ ഞാൻ വന്നത്. ആര് പറഞ്ഞു? റൊണാൾഡോ ചേച്ചൻ പറഞ്ഞു. അങ്ങനല്ല. ഞാൻ പറഞ്ഞോ? അല്ല ക്ലീറ്റോ കേട്ടോ? ഇങ്ങോട്ട് വരുവോന്ന് ചോദിച്ചപ്പോ റൊണാൾഡോ ചേച്ചൻ എന്നോട് പറഞ്ഞില്ലേ ചേച്ചി വിളിക്കുന്നത്? ഇങ്ങോട്ട് വരുന്നോ ലില്ലിപ്പെണ്ണന്നല്ലേ ചോദിച്ചത്? അല്ല ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഒന്നും അറിഞ്ഞിട്ടില്ല. എനിക്കൊട്ട് അറിയാനും പാടില്ല. ഞാൻ എന്തിനാ നിന്നെ വിളിച്ചത്? ഞാൻ പോണ്. ഇല്ലടി. ഏട്ടന്റെ 2 ഫ്രണ്ട്സ് വരുന്നുണ്ട്. അവർക്ക് ചായ ഇടണം. ശരി. അപ്പൊ അവർക്ക് വെറും കട്ടൻ ചായ മാത്രം കൊടുത്താൽ പോരല്ല, എന്തേലും കഴിക്കാൻ കൊടുക്കണ്ടേ. അപ്പൊ ഏട്ടനെ കൊണ്ട് സ്നാക്സ് വാങ്ങിപ്പിക്കാം. പപ്സും കട്ട്ലേറ്റും മിച്ചറൊക്കെ വാങ്ങിക്കാന്ന് വെച്ചാൽ. പിന്നെ VIP കൾ മാത്രം വന്നാലാണ് ഇതൊക്കെ കൊടുക്കുന്നത്. ഞാൻ സാധാരണക്കാർ വന്നാലും ഇതൊക്കെ തന്നെ കൊടുക്കുന്നത്. അത് വെറും കട്ടൻ ചായ കൊടുത്തല്ലേ വിടുന്നു. നിന്നോട് ഞാൻ വന്നേ. ഞാൻ നിങ്ങളുടെ പെങ്ങളുടെ കാര്യം പറയുമായിരുന്നു. ആര് വന്നാലും ചായ ശാശം കൊടുക്കുന്നു. സ്നാക്സ്. എന്തിനാന്നറിയോ എന്നെ ചേച്ചി വിളിച്ചത്? ഇന്ന് രാവിലെ കരഞ്ഞോണ്ടിരുന്നപ്പോ പറഞ്ഞില്ലേ നടരാജൻ ചേട്ടൻ കഴിഞ്ഞ ദിവസം വന്നപ്പോഴത്തേക്ക് ഞാൻ ചായ കൊടുത്തെന്ന് പറഞ്ഞില്ലേ? അപ്പൊ ഞാൻ പറഞ്ഞില്ലേ ചേച്ചി എപ്പോഴും നടരാജൻ ചേട്ടനും അൻസാർക്കാൻ വരുമ്പോഴത്തേക്ക് ചായ കൊടുക്കുന്ന ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലെന്ന്. അതിന് അവർ 2 പേരും ഇപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് 2 ഗ്ലാസ് ചായ കൊടുത്ത്. അത് കാണിക്കാൻ വേണ്ടിട്ട് എന്നെ ചേച്ചി വിളിച്ചത്. ചേച്ചിയുടെ ഒരു അടവേ. അപ്പൊ ഉണ്ടല്ല ഞാൻ വേറൊരു കാര്യം പറഞ്ഞു. ഞാനിപ്പോ വരാവേ. വരുന്നുണ്ടേ.
നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോ? നീ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നോന്ന്? ഓ എന്തത്? എന്താ വിരുന്നുകാരൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞു? ഏ? വിരുന്നുകാര് നിന്റെ ഏതോ കൂട്ടുകാര് വരുന്നുണ്ട്. ആ എന്റെ പുതുക്കരുത് ജോയിലാലനും ബിജുവും കൂടി ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. ആരാ? ജോയിലാലനെ മറ്റേ 6000 മാമന്റെ മോൻ, പുള്ളിയും ബിജുവും കൂടി ഇങ്ങോട്ട് വരണം. ആ അപ്പൊ എന്താ സ്നാക്സ് ഒക്കെ മേടിക്കണമെന്ന്? ആ പിന്നെ അവരിരുന്നിരുന്ന് വരുന്നതല്ലേ, ഇപ്പൊ സ്നാക്സ് ഒക്കെ കൊടുക്കാന്ന് കരുതി. ശരിക്കും വരുന്നുണ്ടല്ലേ? അങ്ങനെ വെച്ചത് അല്ല വരുന്നുണ്ടോന്ന് ചോദിച്ചതാ. നീ ആദ്യം ഒന്നും പറഞ്ഞു കേട്ടില്ലല്ലോ. ആ അവര് നമ്മുടെ ഇടയ്ക്കൊക്കെ വരുന്നവരല്ലേ, അവിടെ കുഴപ്പമില്ല. എന്നാ ശരി. എന്റെ ദൈവം, എന്റെ മുത്ത്, എന്നെ മനസ്സിലായി. ഞാൻ നമ്പർ ഇട്ടതാ. എന്റെ ഫ്രണ്ട്സ് വരുന്നുണ്ട്, സ്നാക്സ് വാങ്ങിക്കാൻ ഏട്ടനെ വിടണമെന്ന് ഇപ്പൊ പറഞ്ഞായിരുന്നു. എനിക്ക് മനസ്സിലായി നീ അവിടെ പോയി എന്തോ പണി ഒപ്പിച്ചിട്ട് വന്നതാണെന്ന്. എന്റെ പൊന്നെ, ഏട്ടനത് പറഞ്ഞില്ലെങ്കിലല്ലേ ഞാൻ പെട്ടേനെ. നീ ഇതൊരു ശീലമാക്കണ്ട, അവളാകുമ്പോ ചമ്മണ്ടി തരുത് ഞാൻ പറഞ്ഞതാ. ചേട്ടോ നീ ആടാ ഭർത്താവ്. എന്തൊരു സ്നേഹം, എന്തൊരു കരുതല്. നട്ടാ കുരുക്കത്ത നോണ പറയണവൻ മോരിയും ഭർത്താവും കണക്കാ. എന്താ? ഇല്ല ഇല്ല. എന്താ? രണ്ടിനെ കാലം വരെ തെങ്ങിലടിക്കുന്ന സമയം കഴിഞ്ഞ്. നടരാജന്റെ കാര്യം പറഞ്ഞപ്പോ അറിയാതെ അവള് പറഞ്ഞു പോയി ചായ കൊടുത്തിട്ടുണ്ടെന്ന്. ഉടനെ നീ അതിൽ കരിങ്ങി പിടിച്ച്. ഉടനെ അവള് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിപ്പോയ അൻസാറിനെ നടരാജൻ വിളിച്ചിട്ട് ചായ കൊടുത്തിരിക്കുന്നു. അത് കാണിക്കാൻ വേണ്ടി അവളെ വിളിപ്പിക്കുന്നു. ഇവള് കാണാൻ പോകുന്നു. ഉടനെ ഇവളുടെ ജയിക്കാൻ വേണ്ടി പറഞ്ഞ് എന്റെ കൂട്ടുകാർ വരുന്നു, അവർക്ക് സ്നാക്സ് കൊടുക്കുന്നു. നാണുണ്ട് നിനക്കൊക്കെ. മക്കള് വളർന്ന് ഈ രണ്ടെണ്ണുണ്ട്, രണ്ടെണ്ണത്തിനും മുതുക്കികള് തിരിച്ചറിയില്ല. ഞാൻ സ്നാക്സിന് കാര്യം ചുമ്മാ പറഞ്ഞത്. അയ്യോ ഞാനല്ലെങ്കിൽ അതങ്ങ് വിശ്വസിച്ചു. നീ പിന്നെ സത്യം മാത്രമാണല്ലോ പറയാറ്. അവൻ എന്തായാലും വിശ്വസിച്ചു. ഞാൻ സത്യം മാത്രമേ പറയുന്നത് കേട്ടോ. എപ്പോഴാ നീ സത്യം പറഞ്ഞിട്ടുള്ളത്? എന്ത് കാര്യത്തിലാ? എപ്പോഴാ ഞാൻ സത്യം പറയാത്തത്? നീ എന്ത് കാര്യത്തിലാ സത്യം പറഞ്ഞിട്ടുള്ളത്? ഏത് കാര്യത്തിലാ പറയാത്തത്? ഇപ്പൊ തന്നെ നീ നുണയല്ലേ പറഞ്ഞത്? അപ്പൊ ചേച്ചി പറഞ്ഞ നുണയല്ലേ? അല്ല. അവർക്ക് ചായ കൊടുക്കുമെന്ന് പറഞ്ഞ നുണയല്ലേ? അല്ല. ഞാൻ ഇതിനു മുമ്പ് രണ്ടിനെ കാലഭാര്യ തെങ്ങിലടിക്കും. Aliens.